ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാസ്മിൻസ് വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് നാഗാലാൻഡ് ബാൾസം തൈകൾ നമുക്ക് സെയിലിനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റെഡ് വൈറ്റിൻ്റെ ഈ ഒരു കളറിൻ്റെ നമുക്ക് പ്ലാന്റ്സുകളും സെയിലിനുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. പിന്നെ നമുക്ക് ഏതൊക്കെ കളറാണ്, ഈ കളറുകളൊക്കെയാണ് ഇത് റെയർ വെറൈറ്റി ആയിട്ട് കിട്ടുന്ന പ്ലാന്റ്സുകളാണ് നമുക്ക് ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത്. നാഗാലാൻഡ് ബാൾസം എന്ന് പറയുന്നത് ചെടികളുടെ മുകളിലോട്ട് പൂക്കൾ വരും. ചില ലീഫ് നീണ്ടതും ചില ചെടികളുടെ ലീഫുകൾ റൗണ്ട് ഷേപ്പിലുമായിരിക്കും വരുന്നത്. പക്ഷേ പൂക്കൾ വരുന്നത് ലീഫിൻ്റെ മുകളിൽ ഇതുപോലെ വന്ന് റോസാപ്പൂ പൂത്ത് നിൽക്കുന്ന പോലെ നിൽക്കും. ഇതാണ് നാഗാലാൻഡ് ബാൾസത്തിൻ്റെ പ്രത്യേകത. ഈ കാണുന്നതൊക്കെയാണ് നമുക്ക് കളറുകൾ. നമുക്ക് 9 കളർ നാഗാലാൻഡ് ബാൾസവും അതോടൊപ്പം തന്നെ റെഡ് വൈറ്റിൻ്റെ ഒരു ബാൾസവും നമുക്ക് സെയിലിനുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യും. പ്ലാന്റ്സുകൾ നമ്മൾ DTDC വഴിയാണ് കൊറിയർ അയക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ കാണിക്കുന്നതൊക്കെയാണ് കളറുകൾ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കണ്ടോ, ഇതുപോലെയാണ് ചെടികളുടെ മുകളിലോട്ട് ഇങ്ങനെ വന്ന് പൂത്ത് നിൽക്കുന്നത്. ചില ടൈപ്പ് ഇതൊക്കെ ഇച്ചിരി ഹൈറ്റിൽ വരും. ചില പ്ലാന്റുകൾ നല്ല കുള്ളൻ ടൈപ്പിൽ ചട്ടിയിൽ ബുഷായിട്ട് വളരുന്ന ടൈപ്പിലേ ഉള്ള നമ്മുടെ പ്ലാന്റ്സുകളാണ് നമുക്ക് നാഗാലാൻഡ് ബാൾസം എന്ന് പറയും. ആദ്യം നമ്മുടെ എന്ന് പറഞ്ഞത് റെഡ് വൈറ്റ് ആണ്. ഒരുപാട് പേര് സെപ്പറേറ്റ് ചോദിച്ചിട്ടുള്ള ഒരു ബോൾസമാണ് ഈ റെഡ് വൈറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കോംബോയിലും ആഡ് ചെയ്തിട്ടുണ്ട്. കോംബോയുടെ പ്രൈസ് പിന്നീട് പറയാം. ഇപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റ്സിന് 125 സെപ്പറേറ്റ് കൊടുക്കുന്നത്. കോംബോയിൽ ഇതിലും കുറച്ചാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുക. ഇത് മിനിയേച്ചർ ടൈപ്പാണ്. അധികം ഹൈറ്റ് വെക്കത്തില്ല, നല്ല ബുഷിയിൽ വരും. ഇതാണ് പ്ലാന്റ് സൈസ്, കണ്ടല്ലോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് 10 കളർ ഒരു കോംബോയിൽ, ഈ കളേഴ്സ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഞാൻ രണ്ടാമതൊന്ന് പിക്ചർ കാണിക്കാം. ഇതെല്ലാം കൂടെ ഒരു കോംബോയിൽ നമ്മൾ കൊടുക്കുന്നത് 1200 രൂപയ്ക്കാണ്. ഇതുപോലെ നമ്മൾ ഗ്ലാസ്സിൽ ചകിരിച്ചോറിൽ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ്. അപ്പം ചില പ്ലാന്റ്സുകൾ നാഗാലാൻഡ് ബാൾസം ചില ഹൈറ്റിൽ വരും, ചില റൗണ്ട് ഇലയുള്ളത് കുള്ളൻ ടൈപ്പിലാണ് വരുന്നത്, നീളം ഇലയുള്ളത് ഹൈറ്റിലും വരും. അപ്പം ഇതേ പല പ്ലാന്റ്സിനും പല വലിപ്പമാണുള്ളത്. നമ്മളത് കാണിച്ചു തരാം. അപ്പം 1200 രൂപയാണ് 10 പ്ലാന്റ്സിൻ്റെ കോംബോ റേറ്റ്. പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളറുകൾ സെലക്ട് ചെയ്ത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പ്ലാന്റ്സിന് 125 രൂപയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങാം. അങ്ങനെയും നമുക്കുണ്ട്. ഈ ചെടികൾ നടുന്ന സമയത്ത് ഒരുപാട് വളങ്ങളൊന്നും നടരുത്. നോർമൽ മണ്ണ് മാത്രം ഇട്ട് നട്ടാൽ മതി. നടുന്ന ദിവസം മാത്രം വെള്ളം ഒഴിക്കുക. പിന്നീട് പോട്ടി മിക്സ് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ തണ്ടുകളെന്ന് പറഞ്ഞാൽ വെള്ളിത്തണ്ട് പോലുള്ളതാണ്. അതിനനുസരിച്ച് നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ ചെടി ചീത്തയായി പോവും. കട്ടിങ്സ് എടുത്ത് വെച്ച് നമുക്ക് അടുത്ത തൈകൾ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് നമുക്ക് ചകിരിച്ചോറിലാണ് ഇപ്പോൾ പിടിപ്പിച്ചിരിക്കുന്നത്. കുറച്ച് മണ്ണിലോട്ട് വെക്കുമ്പോഴാണ് ചെടിക്ക് നല്ല കരുത്ത് വരുന്നത്. ഇപ്പോൾ നമ്മൾ വളങ്ങളൊന്നും ഇടാതെ തന്നെ ചകിരിച്ചോറിലാണ് റൂട്ട് പിടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളും അതുപോലെ വളങ്ങളൊന്നും ഇടാതെ മണ്ണിലോട്ടാണ് ഈ ചെടി മാറ്റേണ്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആവശ്യമുള്ള ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ്